ലോകാരോഗ്യ സംഘടനയുടെ തലവൻ ഡൊഡ്രോസ് അദോനോം ഗബ്രിയേസസിനെ ഇസ്രയേൽ സൈന്യം യമനിലെ സനാ വിമാനത്താവളത്തിൽ വെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന ഗൗരവമായ വാർത്ത പുറത്തുവരികയാണ്. ഇക്കഴിഞ്ഞ ബുധനാഴ്ച യമൻ സൈന്യം ടെൽ അവീവിലേക്ക് മിസൈലുകൾ അയച്ചിരുന്നു. ഇതിന് പ്രതികാരമെന്നോണമാണ് യമനിലെ സനാ വിമാനത്താവളം ഇസ്രയേൽ ആക്രമിക്കുന്നത്. ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ നടന്നു വരുന്നതിനിടെ വിമാനത്താവളത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ തലവൻ ഉണ്ടെന്ന വിവരം ഇസ്രയേലിനെ യമൻ സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചിരുന്നതാണ്. ഈ അറിയിപ്പ് ഗൗനിക്കാതെയാണ് ഇസ്രയേൽ സൈന്യം സനാ വിമാനത്താവളത്തിൽ ബോംബാക്രമണം നടത്തിയത്. ആക്രമണം നടക്കുമ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ തലവനും ഉദ്യോഗസ്ഥരും സഹായിയും വിമാനം കയറുന്നതിനായി വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് ആക്രമണം ഉണ്ടാകുന്നത്. ഇസ്രയേലിന്റെ ആക്രമണം ഏൽക്കാതെ അത്ഭുതകരമായാണ് താൻ രക്ഷപ്പെട്ടതെന്നും ഏതാനും മീറ്ററുകൾ മാറിയിരുന്നതിനാൽ അതുകൊണ്ട് മാത്രം താൻ രക്ഷപ്പെട്ടു എന്നുമാണ് അദ്ദേഹം പിന്നീട് എക്സിൽ കുറിച്ചുകൊണ്ട് വ്യക്തമാക്കിയത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ സനയിൽ നിന്ന് ഞങ്ങളുടെ വിമാനത്തിൽ കയറാൻ പോകുമ്പോൾ വിമാനത്താവളം വ്യോമാക്രമണത്തിന് വിധേയമാകുന്നു. ഞങ്ങളുടെ വിമാനത്തിലെ ഒരു ജീവനക്കാരന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രയേലിന്റെ ആക്രമണത്തിൽ വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോൾ ടവർ, ഡിപ്പാച്ചർ ലോഞ്ച്, റൺവേ എന്നിവ തകർന്നിട്ടുണ്ട്. താനും സഹായിയും ഉദ്യോഗസ്ഥരും സുരക്ഷിതരാണെന്നും അദ്ദേഹം എക്സിലൂടെ വ്യക്തമാക്കി. യമനിലെ ഒരു പ്രധാന വിമാനത്താവളത്തിൽ നിന്നും ലോകാരോഗ്യ സംഘടനയുടെ തലവൻ വിമാനം കയറാൻ എത്തിയിട്ടുണ്ടെന്ന അറിയിപ്പായിരുന്നു ആദ്യം ഇസ്രയേലിന് നൽകിയിരുന്നത്. പിന്നീട് ഒന്നുകൂടി വ്യക്തമാക്കി അദ്ദേഹം സനാ വിമാനത്താവളത്തിൽ നിന്നും വിമാനം കയറും എന്ന വിവരവും കൈമാറി. എന്നിട്ടും ഇസ്രയേൽ ആക്രമിച്ചതിനെ നെടുക്കത്തോടെയാണ് ലോകം വിലയിരുത്തുന്നത്. സംഭവത്തെക്കുറിച്ച് ഇസ്രയേലിൽ നിന്ന് ഇതുവരെ പ്രതികരണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഗബ്രിയേസസിനെയും ജീവനക്കാരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായി ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന അൽ ജസീറയുടെ ഗബ്രിയേൽ എലിസോണ്ടോ എന്ന വ്യക്തി പറഞ്ഞു. യമനിലെ മാനുഷിക സാഹചര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നതിനും തടവിലാക്കിയ UN സ്റ്റാഫ് അംഗങ്ങളെ മോചിപ്പിക്കുന്നതിനും വേണ്ടിയായിരുന്നു UN സംഘം യമനിലെത്തിയത്. എന്നാൽ ചർച്ചകൾ ഫലം കണ്ടില്ലെന്നും ചർച്ചകൾ താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ് എന്നുമാണ് UN വക്താവ് സ്റ്റെഫോനി ട്രംബ്ലെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. മാനുഷിക നിയമം ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര നിയമം എല്ലായ്പ്പോഴും മാനിക്കപ്പെടേണ്ടതുണ്ടെന്ന് സെക്രട്ടറി ജനറൽ ഊന്നി പറയുന്നു. സിവിലിയന്മാരെയും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെയും ബഹുമാനിക്കാനും സംരക്ഷിക്കാനും അദ്ദേഹം എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. മനുഷ്യത്വപരമായ ദുരിതാശ്വാസ പ്രവർത്തകരെയും ടാർഗറ്റ് ചെയ്യാൻ പാടില്ല, എല്ലായ്പ്പോഴും ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും വേണമെന്നും UN പിന്നീട് വ്യക്തമാക്കി. അതേസമയം ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള സഭാ വാർത്താ ഏജൻസി പറയുന്നത് പ്രകാരം ആക്രമണത്തിൽ വിമാനത്താവളത്തിലുണ്ടായിരുന്ന 3 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണത്തിൽ 40 പേർക്ക് പരിക്കേറ്റു. സനയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും പവർ സ്റ്റേഷനുകളിലും തുറമുഖങ്ങളിലും ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യവും അറിയിച്ചു. എന്നാൽ ആക്രമണത്തിന് തക്ക സമയത്ത് മറുപടി നൽകുമെന്നാണ് ഹൂത്തികൾ ഇതിനോട് വ്യക്തമാക്കിയത്. ഇസ്രയേലിനെ നേരിടാൻ തയ്യാറാണെന്നാണ് ഹൂത്തി നിയന്ത്രണത്തിലുള്ള അൽ മസീറ TV റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം യമനുമായുള്ള പോരാട്ടത്തിന് ഞങ്ങൾ ഒരുങ്ങുകയാണ് എന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചത്. ഞങ്ങൾ അവരുമായി ആരംഭിക്കുകയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാചകം. തെക്കൻ ലെബനനിലെ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള സേനയ്ക്കെതിരായ ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണങ്ങൾ അവസാനിപ്പിച്ചതും അമേരിക്ക ഇടപെട്ട് വെടിനിർത്തൽ സാധ്യമാക്കിയതും ഇസ്രയേലിന് കാര്യങ്ങൾ എളുപ്പമാക്കിയിട്ടുണ്ട്. കൂടാതെ സിറിയൻ സൈന്യത്തിന്റെ തന്ത്രപരമായ ആയുധങ്ങൾ നശിപ്പിച്ചതും ഇസ്രയേലിന് കാര്യങ്ങൾ എളുപ്പമാക്കി. പിന്നാലെയാണ് എയർപോർട്ടിൽ ഇസ്രയേൽ നടത്തിയ ഈ ആക്രമണം. ഈ ആക്രമണത്തോടെ ഹൂത്തികൾ തിരിച്ചടിക്കുമെന്നും പ്രഖ്യാപിച്ചു. ഇതേ തുടർന്നുള്ള പോരാട്ടം ആരംഭിച്ചാൽ സംഘർഷം ഇനി യമനിലായിരിക്കും നടക്കുക. Waytonikah.com, the exclusive Muslim matrimonial site.